അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ പുതിയ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. പുതിയ ഫോണിലെ ആദ്യത്തെ ഇൻട്രോ. അതേപോലെ അമ്മയാണ് എടുക്കേണ്ടത്. പക്ഷെ നമ്മുടെ മാളക്കുട്ടിക്ക് പനിയായോണ്ട് അമ്മ മാളക്കുട്ടിയുടെ ഹോസ്പിറ്റലിൽ വരെ പോയേക്കാണ്. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ ട്രിപ്പ് ഇടാനോ ഒക്കെ ഉണ്ട്. അപ്പം കുറച്ച് ഡിലേ വരാൻ വേണ്ടി. അപ്പം നമ്മൾ പുതിയ ഫോണിൻ്റെ മറ്റേ ക്വാളിറ്റി ക്ലാരിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം. ഓഡിയോ ക്വാളിറ്റി ഉണ്ടല്ലോ, ഓഡിയോ ക്വാളിറ്റി വിഷ്വൽ ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പം ഞാൻ നോക്കിയിട്ട് ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് കൈക്ക് ഒരുപാട് വെയിറ്റ് തോന്നുന്നില്ല വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ മുഖത്തിന് ഒരുപാട് ചില ഫോൺ ഒരുപാട് കളർ കൊടുക്കും, ഇത് അങ്ങനൊന്നുമില്ല, ആ നോർമൽ കളർ തന്നെ കൊടുക്കണുള്ളൂ. അതുകൊണ്ട് പപ്പായി ഞാൻ ഇച്ചി കറുത്തൊക്കെയാണ് ഇരിക്കണം, ഇല്ലേച്ചി വെളുത്തൊക്കെ ഇരിക്കും. അപ്പം ഇന്നത്തെ ഒരു സർപ്രൈസ് വീഡിയോ ആണ്, വീണ്ടും സർപ്രൈസ് കേട്ടോ. പപ്പായ്ക്ക് എന്നാണ് പറയാനുള്ളത്? ഞാൻ രാധമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പോവാം. ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വലിയ വിലയുടെ കേട്ടോ. അത്രയും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. എങ്കിലും കയർ താമസത്തിനോടനുബന്ധിച്ച് രാധമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് ഞാൻ നേരത്തെ തന്നെ കണക്ക് കൂട്ടിയായിരുന്നു. നമ്മൾ ആ വസ്തുവൊക്കെ മേടിച്ചപ്പോൾ തന്നെ കണക്ക് കൂട്ടി. പിന്നെ രാധമ്മ താഴത്തെ വീട് മേടിച്ച് കയർ താമസം വെച്ചപ്പോഴാണേലും ഞാൻ ചങ്ങനാശ്ശേരിയിലായിരുന്നു, എനിക്കത് കൂടാനൊന്നും പറ്റിയില്ല. അപ്പം നമ്മള് ഞാൻ ചേച്ചിയൊരു ഇൻഡക്ഷൻ കുക്കർ, ഇൻഡക്ഷൻ അടുപ്പില്ലേ, അത് മേടിച്ചു കൊടുത്തു. അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അതൊക്കെ പറ്റിയുള്ളൂ. അപ്പം എനിക്കത് അത് ചേരയാ വീഡിയോ എടുത്തിട്ടുണ്ടേ റോഡ് ക്രോസ് ചെയ്ത് പാമ്പ് ഇങ്ങനെ പോവുക കഴിഞ്ഞ്. അപ്പം രാധമ്മയുടെ ആ കയർതാമസം എനിക്ക് കൂടാൻ പറ്റിയില്ല. അപ്പോൾ രാധമ്മ നമ്മളിവിടെ പറഞ്ഞാൽ നിലവിൽ 2 or 3 കയർതാമസം വെച്ചപ്പോഴും അന്നത്തെ കാലത്തൊക്കെ രാധമ്മയ്ക്ക് ബുദ്ധിമുട്ടാണേലും അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് തരും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്നാണേലും എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്വരൂപിച്ചേ മകള് അല്ലെ മരുമോന് അങ്ങനെയുള്ള ഒരു ചിന്തയും മക്കൾ കൊച്ചുമക്കൾ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത എപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ കുറേ ദിവസമായിട്ട് ചെറിയ രീതിയിൽ ഒക്കെ സമ്പാദിച്ചിട്ട് ഞാൻ അതിൻ്റെ കുറവ് നോക്കി കേട്ടോ. അതായത് രാധമ്മയുടെ കയർതാമസിൻ്റെ അന്ന് രാധമ്മയ്ക്ക് എന്താണ് അവിടെ പിന്നെ ഒരു കുറവുള്ളത് എന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായി. ചെന്നൈ അന്ന് തന്നെ രാധമ്മയ്ക്ക് അത്യാവശ്യം ഒരു സാധനത്തിൻ്റെ കുറവ് വന്നിട്ട് തൊട്ടടുത്ത വീട്ടുകാരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതെനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ബുദ്ധിമുട്ടല്ല, ഒരു വിഷമം മനസ്സിൽ തോന്നി. അപ്പം അന്നേരം ഈ പറയുന്ന ഇപ്പം ഇന്ന് ഞാൻ മേടിക്കുന്ന ഗിഫ്റ്റ് മേടിക്കാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ല. അത് കഴിഞ്ഞ് ഞാൻ ഒരു 7-8 മുയലിനെയും കൂടെയൊക്കെ കൊടുത്ത് ലളിതമായിട്ട് ഇച്ചിരി പൈസ കൂടെയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് പോകും. ആ പൈസയും കൊണ്ട് ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞടാ, എൻ്റെ വലിയ പൈസ ഒന്നുമില്ല, ഞാൻ കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ടുണ്ട്, ഗിഫ്റ്റ് മേടിക്കും. ഞാൻ എന്താ മേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇന്ന സാധനമാണെന്ന് പറഞ്ഞു. അപ്പം അത് മേടിക്കാൻ വേണ്ടി നമ്മൾ ഫോൺ എടുത്ത കട്ടപ്പന മൈജിയിലോട്ട് തന്നെയാണ് ഇന്നലെ നമ്മൾ പോയി, ഇന്നും പോവാ കേട്ടോ. 2 ദിവസം അടുപ്പിച്ചില്ല സാധനം മേടിക്കാൻ വേണ്ടി. ഇന്നും മൈജിയിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പോയി ഒരു അടിപൊളി വീഡിയോ ആണ്, എല്ലാം ലൈക്ക് അടിച്ചിട്ട് കാണാം. നമ്മുടെ പുതിയ ഫോൺ മേടിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് പഴയ അമ്മയുടെ ഫോണിന് വീഡിയോ എടുക്കുമ്പോൾ ഇത്തിരി ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാണ്. അപ്പം പുതിയതായിട്ട് പപ്പയമ്മ നല്ല വീഡിയോ ഒക്കെ എടുത്ത് തരും, നല്ല ഫോണും കേട്ടോ. സൂപ്പർ വീഡിയോസ് ഒക്കെ വരും, എല്ലാം ലൈക്ക് അടിച്ചിട്ട് കാണാം. നേരെ നമുക്ക് വീഡിയോ കിട്ടുമോ? ഇപ്പം രാവിലെ തൊട്ടേ നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പ്ലാന്റുകൾ ഉണ്ടായിരുന്നു ഇന്ന് കൊടുക്കാൻ അയക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4 മണിക്കാണ് കൊറിയർ വണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് അയക്കണം. ചെടികളാട്ടോ, ഡെയ്സി ചെടിയാണ് കൂടുതലും. ഡെയ്സി ഉണ്ട്, പിന്നെ ഈ ഇതും ഉണ്ട് കേട്ടോ. ഈ പ്ലാന്റ് കുറേ ആൾക്കാർ മേടിക്കുന്നുണ്ട്. കർപ്പൂരച്ചെടി, ജമന്തി എന്നൊക്കെ പറയുന്നത്. അപ്പം ഒത്തിരി പേര് നമ്മളോട് ചെടി ആവശ്യപ്പെട്ടായിരുന്നു. അന്നേരം ഒന്നും കൊടുക്കാനില്ലായിരുന്നു. ഇപ്പം നമ്മുടെ ഇതിലുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. 3 കളർ വരെ നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ചോദിക്കുന്നവർക്കെല്ലാം നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. അത്യാവശ്യമുള്ളവർ വിളിച്ചാൽ ഇനിയാണെങ്കിലും ഞങ്ങൾ അയച്ചു കൊടുക്കും. അതുപോലെ നല്ല കുരുമുളക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ, ഈ സൈസ് പ്ലാന്റ് ഒക്കെയാണ് ഇന്നിപ്പോൾ നമ്മൾ പാക്ക് ചെയ്തേക്കുന്നത്. ഇത് ഒരൈറ്റം ഇത്, ഒരൈറ്റം അത്, ഒരൈറ്റം ഇത്, ഒരൈറ്റം ഇത്. പൂ ഉണ്ടായിരുന്നു, പൂവുകളുണ്ടാവും, ഇഷ്ടം പോലെ പൂവുകളും. അതെ കണ്ടോ, ഇതിന്നൊക്കെ നമ്മൾ അതിൻ്റെ ചൂട്ടിരിപ്പുണ്ട്. ഇപ്പോൾ അതേ പൂവുണ്ട്. ഒരൈറ്റം ഇത് ഇങ്ങനത്തേക്കാണ് കൊടുത്തത് ഇന്ന്. അപ്പോൾ ഇതെല്ലാം പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതും പോകുന്നുണ്ട് കേട്ടോ. ഈ സാധനത്തിന് ഓർക്കിഡ്, വൈറ്റ് ഓർക്കിഡ്
ഈ സാധനം ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഓർക്കിഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും പോവാട്ടോ, ഒരു വർഷത്തിൽ ഫുള്ളായിട്ട് പോവാം. ഇന്നങ്ങനെ സീസൺ ഒന്നുമില്ല, എല്ലാ സീസണും പോകും. കുറെ നമ്മൾ ഈ പ്രാവശ്യം സെയിൽ ചെയ്തു. അതെ, എന്തായാലും ഒത്തിരി പേര് വിളിച്ച് ചോദിച്ചവർക്കെല്ലാം നമ്മൾ ഈ പ്രാവശ്യം കൊടുത്തു. എനിക്കത് കൊണ്ട് ചെറിയ വരുമാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ വരുമാനങ്ങളെല്ലാം വെച്ചാണ് ഇപ്പോൾ ഇതിന്റെ സാധനം മേടിക്കാൻ പോകുന്നത്. അതെ, വണ്ടി താക്കം എടുത്തോ? വണ്ടി താക്കം എന്നാ വാ. നമ്മുടെ മുറ്റം ഇങ്ങനെ കാണാൻ തന്നെ രസമല്ലേ. ഇപ്പം ആ ചേട്ടന്മാർ രണ്ടുപേരും വന്നപ്പം നിങ്ങൾ നോക്കുമായിരുന്നു പൂവൊക്കെ പിടിച്ച്. അപ്പം അതെല്ലാം അയക്കാനുള്ളതാണ്. നല്ല കുരുമുളക് വന്നിട്ടുണ്ടോ പപ്പ കഴിഞ്ഞ ദിവസം. അപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി 10 കിലോ കുരുമുളക്, നല്ല കുരുമുളക് ബോൾട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും കുരുമുളക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ കുറേ നേരമായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണം. ഒരു ചായ കുടിച്ചിട്ട് പോകാം. ഇന്നാണെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ ശരിയായില്ലേ? വാ. അമ്മയും കൊച്ചും കൂടെ ആശുപത്രി പോയതുകൊണ്ടേ കറികളെല്ലാം ഒരു വകയായിരുന്നു. വിളിച്ചേ ഒന്ന് വാരി തിന്നതേ ഉള്ളൂ. പേരിന് കഴിച്ചില്ലെന്ന് പറയാതിരിക്കാൻ കഴിച്ചേ ഉള്ളൂ. ഗുളികയൊക്കെ കഴിക്കണോണ്ടേ വലിയ സന്തോഷത്തിലാട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹം കാരണന്മാർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. കാരണം അവർ പറയുമൊന്നുമില്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ച് അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസാന ഒരു ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങളൊന്നും പറയുമൊന്നുമില്ല. പരമാവധി അവർ ഉള്ളിൽ ഒതുക്കി മുന്നോട്ട് പോകത്തേ ഉള്ളൂ. പിന്നെ ഞാൻ മോളമ്മയോടും പറഞ്ഞില്ല, കൊച്ചിനോടും പറഞ്ഞില്ല. ഇത് എൻ്റെ സ്വന്തം റിസ്കിലുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും സർപ്രൈസാ. അതെ അതെ. ഇത് ഇത്രയും വിലയുടെ മേടിക്കുമെന്ന് മോളമ്മയോട് പറഞ്ഞാലും മോളമ്മ വിശ്വസിക്കുന്നു തോന്നുന്നു. നല്ല വിലയാവും അല്ലേ? ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ വെച്ച് നല്ല വില. ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ വെച്ച് നല്ല വില കേട്ടോ. നമുക്ക് എൻ്റെ ആക്സിഡന്റ് പെട്ടെന്നുണ്ടായല്ലേ, അതുകൊണ്ട് നമുക്ക് കുറേ പൈസയും കാര്യങ്ങളെല്ലാം ചിലവായി. ഒന്ന് ഓക്കെ ആയിട്ട് വന്നപ്പോഴാണ് നമുക്ക് ചെറിയൊരു അടി കിട്ടിയത്. ദൈവം നമ്മളെ കൂടെ. ഇപ്പം നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഉണ്ണീശോ പള്ളിയിൽ കയറി തിരി കത്തിക്കുന്നുണ്ട്. ഞാൻ വന്ന ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഇവനെ വേളാങ്കണ്ണിക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ കയറാൻ പറ്റില്ല, നമ്മൾ സമയം പോയാൽ മതി. ഇപ്പോൾ അപ്പുറത്തൊരു കടയുണ്ട്, അവിടെ നമ്മൾ തിരി മേടിച്ചിട്ട് പോയി തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം കട്ടപ്പനയ്ക്ക് പോകാൻ. പിന്നെ എനിക്ക് ആക്സിഡന്റ് ആയ സമയത്ത് നമുക്ക് കൃപാസനത്തിൽ പോകണമെന്നും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പള്ളിയിലൊക്കെ പോകാന്നൊക്കെ അമ്മ നേർന്നിട്ടുണ്ട്. അമ്മയും നേർന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പ്രാർത്ഥനയും നേർച്ചയും. അതെ, നമുക്ക് എനിക്ക് ഓണത്തിന് അവധി കിട്ടുമ്പോൾ അല്ലെ വെക്കേഷൻ കിട്ടുമ്പോൾ വേണം ഇതെല്ലാം അവിടെ എല്ലാം പോയി പ്രാർത്ഥിച്ച് തിരികെ കത്തിക്കാൻ. അതെല്ലാം ചെയ്യുന്നതായിരിക്കും. ഓരോ ചായ കുടിച്ചാലോ? ഏതായാലും പപ്പ അങ്ങനെ പെട്ടെന്ന് മേടിച്ചു കൊടുക്കും ഞാൻ ഓർത്തില്ല കേട്ടോ. കയറി താമസം നമ്മൾ ഒരു വട്ടം കഴിഞ്ഞപ്പോൾ മേടിച്ചു കൊടുത്തായോണ്ട് ഇനിയിപ്പോൾ എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ ആ ഒരു രീതിയിൽ ഇരിക്കുകയായിരുന്നു ഞാനേ. എനിക്കൊക്കെ ഈയിടെ രാധമ്മയുടെ പാലികാസൽ നമ്മളാണ് എനിക്ക് തോന്നിയത്, മനസ്സിൽ തോന്നിയത്. അത് ഞാൻ പിന്നെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മേടിച്ചു കൊടുത്താണ്. ബായോ മഴയായതുകൊണ്ട് വണ്ടി എല്ലാം ചെളിയായിട്ട് എടുക്കാം. നമ്മുടെ ആ വഴിക്ക് ഓടുമ്പോഴേ എന്നാ കഴിയാലും 2 ദിവസം കഴിയുമ്പോൾ ചെളിയാവും. അതുകൊണ്ട് ആ സീറ്റൊക്കെ പൂച്ചയൊക്കെ കയറി നശിപ്പിച്ചു. ഇനിയിപ്പോൾ വണ്ടി ഉടനെ റീടെസ്റ്റിന് കയറ്റണം.
2027 ഫെബ്രുവരിയിലാണ് കേട്ടോ ടെസ്റ്റ്. ഓ അതെ അതെ, എന്നാലും നമുക്ക് പ്രൈവറ്റ് പ്രൈവറ്റ് ആക്കും കേട്ടോ. ഇനിയിപ്പോൾ പപ്പായ ഓടുന്നില്ല, ടാക്സി ഞാനും ഓടുന്നില്ല. അപ്പോൾ പ്രൈവറ്റ് ആക്കിയിട്ട് 5 വർഷം കൂടുമ്പോൾ ടെസ്റ്റിങ്ങും. നമുക്ക് ഈ ഓട്ടോ ആണ് ഭയങ്കര ഉപകാരം കേട്ടോ. എന്ത് കാര്യത്തിനാണെങ്കിലും പോകാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിത് കൊണ്ട് പോകുന്നുണ്ട്. അതെ. മോളെ വിളിക്കാനും മോളെ കൊണ്ടുവിടാനും ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈയിടെ തന്നെ മാളിന് പനിയാന്ന് പറഞ്ഞിട്ട് കോളേജിൽ നിന്ന് വിളിച്ചപ്പോഴേ വണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോയി കൂട്ടി. കൃത്യം 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ എത്തും. ഇപ്പം കട്ടപ്പന വരെ പോകണമെങ്കിലും ഇപ്പോഴത്തെ വണ്ടിക്കൂലി 1000 രൂപ. നമുക്കിത് ഉള്ളതുകൊണ്ട് 500 രൂപയ്ക്ക് ഇന്നലെയും പോയി ഇന്നും പോന്നു. ഇങ്ങോട്ട് പോപ്പാ. ഞാൻ ഇത്ര പ്രതീക്ഷയില്ല ആ ചേച്ചി പറയുമ്പോളേ. ആ കട്ടപ്പന ആ ഒരു സെൻറ്റർ ചെന്നാട്ടുമട്ടം ജംഗ്ഷൻ. അതെ, ചെന്നാട്ടുമട്ടം തന്നെയാണ് കട. പഴയ വാഹനങ്ങളുടെ ഷോറൂമാണ് അല്ലേ? അതായത് ഞാനൊരു കുഞ്ഞ് പയ്യനായിട്ടിരിക്കുന്ന സമയത്ത് അപ്പം എന്നെ നിക്കറൊക്കെ ഇട്ട് കൂട്ടിക്ക് വന്നിട്ട് ഈ ചെന്നാറ്റുമട്ടം മോട്ടോഴ്സ് വന്നിട്ട് ഒരു സ്പ്ലെൻഡർ NSC കാണിച്ചിട്ട് മോന് ഇഷ്ടപ്പെട്ടത് ഇത് നമുക്ക് എടുത്താലും ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ നല്ല കളറാന്നൊക്കെ പറഞ്ഞു. മൂന്നിൽ നിന്ന് അപ്പോൾ വണ്ടി എടുത്തിട്ട് വന്നു കേട്ടോ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എനിക്കും വണ്ടി ഓടിക്കാനൊന്നും അറിയത്തില്ല. ഇവിടുന്ന് ഒരു ആളെ വെച്ച് അവിടെ കൊണ്ടുവന്നു വീട്ടിൽ എന്നിട്ട് വന്നെത്താൻ പഠിച്ചു അല്ലേ? അതെ. അത് നമ്മളൊരു 4 കൊല്ലമാണ്ട് ഉപയോഗിച്ചാൽ മതി. അത് കഴിഞ്ഞ് കൊടുക്കുക. ഞാൻ 6-ലും 5-ലും പഠിക്കുമ്പോഴാണ്. അതെ. അപ്പം കട്ടപ്പന മൈജി എന്നുള്ള വ്യൂ ആട്ടോ ഈ കാണുന്നത്. നല്ല തിരക്കുണ്ട് മൈജിയിൽ. ഇതുണ്ടോ? അപ്പം നമ്മൾ എന്താ നോക്കാൻ വേണ്ടി വന്നത്? നമ്മൾ രാധമ്മയ്ക്ക് ഒരു ഫ്രിഡ്ജ് എടുത്തു കൊടുക്കാനാണ്. അതായത് കീർത്താമസിൻ്റെ അന്ന് പാല് കാച്ചേണ്ട സമയത്ത് വീട്ടിലെ പാല് കൊണ്ടുവച്ചേ അത് വീട്ടിൽ നിന്ന് എടുത്ത് ഫ്രണ്ടിലെ വീട്ടിൽ കൊണ്ടുവെക്കേണ്ട വന്നു. ഇപ്പോൾ രാധമ്മ മേടിച്ചതിൻ്റെ ഫ്രണ്ടിലത്തെ വീട്ടിൽ, കാരണം 5-6 ലിറ്റർ പാലുണ്ടായിരുന്നുണ്ട് നമ്മൾ കാച്ചാനായിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചാൽ കേടാവില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് രാധമ്മ അത് കൊണ്ടുവന്നു. എൻ്റെ അമ്മാൻ്റെ മോൻ്റെ തന്നെയാണ് കേട്ടോ. അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, അത് വെച്ചോളാനും പറഞ്ഞു. പക്ഷേ എന്നാലും എനിക്ക് തോന്നിയത് രാധമ്മയ്ക്ക് ഒരു ഫ്രിഡ്ജിൻ്റെ കുറവുണ്ട്. തന്നെയല്ല പ്രായമൊക്കെ ഉള്ളവരല്ലേ. നമ്മളതിന് സിറ്റിക്കൊക്കെ പോയിട്ട് 1 കിലോ മീനൊക്കെ മേടിച്ചിട്ട് കൊടുത്താൽ ഒരാഴ്ച കൊണ്ടൊക്കെ ആയിരിക്കും പുള്ളിക്കാരത്തി അത് വറുത്തും കറിവിച്ചുകൊണ്ട് കഴിക്കുന്നത്. അതുപോലെ തന്നെ പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രാധമ്മ കൂടുതൽ ഉപയോഗിക്കുന്നത്. പാലാണേലും എന്നും പോയി സൊസൈറ്റിയിൽ പോയി മേടിക്കാനൊന്നും രാധമ്മയ്ക്ക് പറ്റിയല്ല. അപ്പം മോൻ തിരുവല്ലായ്ക്ക് 15 ദിവസത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നും സിറ്റിക്ക് പോകുന്നത്. നമ്മുടെ അവിടുന്ന് രാധമ്മ താമസിച്ചുകൊണ്ടിരുന്നിടത്തുനിന്നാണെങ്കിൽ എപ്പോഴും സിറ്റിക്ക് പോകാൻ ഇച്ചിരി എളുപ്പമുണ്ടാകും. ഇത് ലേശം കൂടെ ലോങ് വരുന്നുണ്ട്. അപ്പം പാലോ തൈരോ മീനോ ഇനിയിപ്പോൾ മട്ടൻ മേടിച്ച് വെച്ചാലും അതുകൊണ്ട് നമുക്കും ഗുണമുണ്ടാകും. അതെ, നമ്മുടെ ഫ്രിഡ്ജ് നിർത്തി സാധനമാണെങ്കിൽ ഇടയില്ലെങ്കിൽ രാധമ്മയോടെ കൊണ്ട് വെക്കുകയും ചെയ്യാം. അതെ, മട്ടൻ മേടിക്കുവാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് പോകാമല്ലോ. രാധമ്മയുടെ വീട്ടിൽ കറി വെക്കുമ്പോഴേ അപ്പുറത്ത് മണം വരും. അതെ അതെ, അത്രയും അടുത്താ. അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ തന്നെ തീരുമാനിച്ചു. പപ്പയുടെ പ്ലാനാണ്. ആവറേജ് ഒരു എൻ്റെ എസ്റ്റിമേറ്റ് കണക്കെന്ന് പറഞ്ഞാൽ ഒരു 15 രൂപയാണ് എൻ്റെ കയ്യിൽ. എല്ലാം കൂടി അത്രയേ ഉള്ളൂ. ഇനി അതിന് മുകളിലേക്ക് വന്നാൽ ശ്രീകുട്ടനത് അതുകൊണ്ടല്ലേ എന്നെ മോട്ടറാക്കി കൊണ്ടുവന്നു. മോളമീൻ വെച്ചൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം ചെന്ന് കഴിഞ്ഞിട്ട് നല്ലൊരു ഫ്രിഡ്ജ് നമുക്ക് നോക്കിയെടുക്കണം. അപ്പം പപ്പ ഡബിൾ ഡോർ നോക്കുന്നുണ്ട്, സിംഗിൾ ഡോർ നോക്കുന്നുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് ഒത്തിരി ചെറിയ ഫ്രിഡ്ജ് എടുക്കണം. അപ്പം ഇതാണ് നമ്മുടെ കട്ടപ്പന താമസിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മുടെ കട്ടപ്പന ഈ സമയം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന പിള്ളേരെയൊക്കെയാണ് കൂടുതലും കാണാൻ പറ്റുന്നത്. തിരക്ക് കുറവാണ്. സാറ്റർഡേ സൺഡേക്കാണ് ബ്ലോക്കാണ്. അപ്പം മൈജിയിൽ പുതിയ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കട്ടപ്പന മൈജി ഫ്യൂച്ചർ ആക്കിയ പിന്നെ എന്ത് സാധനം വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഓടി വരാം. നമ്മളെന്തായാലും ഈ 2 വർഷത്തിനിടയ്ക്ക് ഒരു 3-4 ലക്ഷം രൂപയുടെ സാധനം മേടിച്ചു. മൈജിയിൽ തന്നെ നമ്മൾ മേടിച്ചു. അപ്പം മൈജിയുടെക്കുള്ള പ്രൊമോഷൻ അല്ല, മൈജിയോടുള്ള വിശ്വാസം കേട്ടോ. നമ്മൾ സ്ഥിരം വന്ന സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. ഇതേ ഇവിടെ നിന്നിട്ട് നോക്കിയേ, ഇതൊക്കെ 2 സ്റ്റാർ ആണ്. സാംസങ് ആണ് പറഞ്ഞത്. കറണ്ടൊക്കെ കൂടുതലാവും 2 സ്റ്റാറിനൊക്കെ. നമുക്കൊരു 3 സ്റ്റാർ എങ്കിലും അല്ലേ വേണം അല്ലേ? ഒരു 3 സ്റ്റാർ എങ്കിലും. അതിനകത്ത് വിലയല്ല പ്രശ്നം, വില നമുക്കൊരു വിഷയം. പിന്നെ നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ഉപ്പറക്കാരി ഒരു ചേച്ചിയോട് ജോലി ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി എൻ്റെ കൂട്ടുകാരൻ്റെ മോളാണ്. ഉപ്പയുടെ കൂട്ടുകാരൻ്റെ മോളാ കേട്ടോ. പുള്ളിക്കാരി ഇവിടെ ഉണ്ട്. ഇതൊക്കെ കുഴപ്പമില്ലല്ലേ അപ്പാ? ഇതൊക്കെ നല്ല എൻ്റെ ഹൈറ്റ് ഉണ്ട് ഈ ഫ്രിഡ്ജിന്. ലോങ് നിൽക്കും. പപ്പട ഇത് പപ്പനെ കണ്ട് ഹൈറ്റ് ഉണ്ട്. പക്ഷെ ഇത്രയും വലിയ ഫ്രിഡ്ജിനൊന്നും ആവശ്യം അവിടെ ഇല്ലല്ലേ അപ്പാ? ഇതൊക്കെ ഒന്നും കുഴപ്പമില്ല. നമ്മൾ ചേച്ചിക്ക് മേടിച്ചെന്തായിരുന്നു അപ്പം അന്ന്? ചേച്ചിക്ക് 30 രൂപ മേടിച്ചു. മറന്നു അല്ലേ? അത് ലിവർപൂളാണെന്ന് തോന്നുന്നു. കോലഞ്ചേരിയിൽ നിന്ന്.
ഇതൊക്കെ കുഴപ്പമില്ല, ഇതൊക്കെ നല്ല കമ്പനിയാണ്. 3 സ്റ്റാർ ആണ് തന്നെ. ഇതിൻ്റെ MRP 47,400. പപ്പായ്ക്ക് പറ്റിയ ഒരു ഫ്രിഡ്ജ് ഞാനിവിടെ നോക്കിയാണ്. ഇത് തന്നെ 69,990. ഇവിടെ ഇരിക്കട്ടെ, തൊട്ടാ പൈസ പോകുന്നു. ഞാൻ നോക്കിയത് ഇങ്ങനത്തെ ചെറിയ വലിയ ഓവർ വലുപ്പത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. ഏതാ നോക്കി ഇങ്ങനത്തെ ചെറുത്, നമ്മുടെ വീട്ടിൽ ഇത് കൂടി ചെറുതല്ല ഇരിക്കണേ. ഇതൊക്കെ മതി. ശോഭയ്ക്ക് ഇതിലേതാ ഇഷ്ടപ്പെട്ടെ? ഇത് കുഴപ്പമില്ല. ഇത് ഏതാ പറഞ്ഞത്? ഇത് ലിവർപൂളാണ്. ഇത് 21,300. ഇത് കുഴപ്പമില്ല. അതേ പറഞ്ഞേ. സാംസങ് 19,999. ഇത് കുഴപ്പമില്ലല്ലേ? അത്യാവശ്യം ചെറുതായതുകൊണ്ട് സ്പേസും കിട്ടും. 183 ലിറ്റർ. 83 ലിറ്റർ. എല്ലാം പരിചയപ്പെടുത്തിയിട്ടാണ് മാറിയതേ ഉള്ളൂ. വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോഴേ നമ്മളിതിൽ 3 നോക്കിയിട്ടുണ്ട്. ഒന്ന് ഇത്, ഒന്ന് അത്, ഒന്ന് അപ്പുറത്ത്. അപ്പോൾ ഇതിൽ 3 അപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടതാണ്. പപ്പായുടെ ബഡ്ജറ്റിൽ നിൽക്കുന്നത് 19,999 MRP. ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഇതെടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഡെലിവറി കാണുമായിരിക്കും. ചിലപ്പോൾ ഫ്രീ ഡെലിവറി കാണും. എന്തായാലും നമുക്ക് ഇത് തന്നെ എടുക്കാമല്ലേ? എടുക്കാനാണ്. എനിക്ക് അതിൻ്റെ കളറൊക്കെ ഇഷ്ടപ്പെട്ടു. അതുമല്ല മറ്റേ അതിൻ്റെ ഡോറെന്ന് പറയുമ്പോൾ പിടിക്കുന്ന ചെറുതല്ലേ. അപ്പോൾ ഒരാദ്യമൊക്കെ പ്രായമുള്ള ആൾക്കാർ ഹാൻഡിൽ ചെയ്യാനേ അടയ്ക്കുമ്പോൾ ഇച്ചിരി ഒരു ടൈറ്റ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിടിക്കാനുള്ള സ്പേസ് കിട്ടും. അതുപോലെ നമ്മുടെ ഹൈറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴേ അപ്പാടെ ആരോഗ്യത്തിന് ചെറുതായിട്ടൊന്ന് പിടിച്ചു നീങ്ങിപ്പോയി ഫ്രിഡ്ജ്. ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ 150 ലിറ്ററിൻ്റെ ആണ്. അത്യാവശ്യം എല്ലാം ഉണ്ട്. ഫ്രീസറും സൗകര്യങ്ങളെല്ലാം ഉണ്ട്. 3 സ്റ്റാറാണ്. വലിയ 5 സ്റ്റാർ ഒന്നും എടുക്കുന്നില്ല. 5 സ്റ്റാറിനൊക്കെ പറഞ്ഞാൽ എത്രയാണ്? 60 രൂപ. അത്രയേ ഉള്ളൂ. അങ്ങോട്ടൊന്നും 60 രൂപ, 40,000 രൂപ, 30,000 രൂപയൊക്കെ തൊട്ടാ. നമുക്കിത് അവരെന്നെ 2 പേരേ ഉള്ളൂ. മാമൻ്റെ ആമ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് രാധമ്മ ഒറ്റയ്ക്കാണോ നിൽക്കുന്നത്? അല്ല കേട്ടോ, മാമനുണ്ട്. രാധമ്മ ഒറ്റയ്ക്കല്ല, മാമനുണ്ട്. മാമൻ തിരുവല്ലായിൽ വീട് പണിതുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക്. അതുമല്ല മാമന് പെർമനന്റ് വേറെ ലോഡിങ്ങിൻ്റെ സ്റ്റാഫാണ്. മാമന് ഒരു 30 ദിവസം പണിയുണ്ട്. അപ്പോൾ പണിക്ക് ഇടയ്ക്ക് ഒരു 15 ദിവസമെല്ലാം അവിടെ തിരുവല്ലപ്പം നിൽക്കും. അത് പണിയില്ലേ മാത്രമേ ഉള്ളൂ അവിടെ പോകുന്നത്. അല്ലാതെ ഇപ്പോൾ എല്ലാം മാമൻ ഇവിടെ ഉണ്ട്. കൂടെ തന്നെ ഉണ്ട് മകൻ. അതെ. പിന്നെ അവർ തിരുവല്ലായിൽ വീട് വെക്കുന്നതുകൊണ്ട് ഭാവിയിൽ അങ്ങോട്ട് മാറാൻ മേലാഴികയില്ല. അതെ. അങ്ങനെ പോയാൽ രാധമ്മയ്ക്ക് നമ്മളാണ് തൊട്ടടുത്തുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇത് മേടിച്ചു കൊടുത്തത് അല്ലേ. നമ്മൾ സാംസങ്ങിൻ്റെ ഫ്രിഡ്ജ് സെറ്റാക്കി ഫ്രീ ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നു. ഒരു ചേച്ചി നമ്മൾ ഉപ്പരക്കാരിയാണ്, എൻ്റെ സീനിയറാണ്, നമ്മുടെ പൊന്നുവിൻ്റെ ജൂനിയറാണ്. അപ്പോൾ ചേച്ചി എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഇവർ നമ്മൾ ബില്ല് പേ ചെയ്ത് കഴിഞ്ഞാൽ അവർ വണ്ടിക്ക് കയറ്റി വിടും. നമ്മൾ ഉപ്പറ വരുമ്പോൾ വിളിക്കും, പോയി കളക്ട് ചെയ്താൽ മതി. നമ്മുടെ സ്കൂളിൽ വീടിൻ്റെ അവിടെ കൊണ്ട് ഇറക്കി വീടിൻ്റെ അവിടെ കൊണ്ട് തരും. നോക്കിയാൽ ഇപ്പോൾ ഓക്കെയല്ലോ ബാക്കി ബില്ലിങ് കാര്യങ്ങളൊക്കെ. ബൈ. അപ്പോൾ ഒരാൾ ബില്ലൊക്കെ പേ ചെയ്ത് ചെറിയൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വണ്ടി വന്ന് കയറിയിട്ടുണ്ട്. മൈജിയിലൊരു ചെറിയ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്കൂൾ വിട്ട സമയം ഇഷ്ടംപോലെ സ്കൂൾ പിള്ളേരൊക്കെ പോകും. നമുക്ക് മെല്ലെ പോലും നമ്മുടെ സാധനം ഇന്ന് ഡെലിവറി ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർക്കെന്തോ സാങ്കേതിക തകരാറുകൾ മൂലം നാളെ എനിക്ക് ടൈം പറഞ്ഞത് 10 മണിയാണ്. അതിന് മുമ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ മെല്ലെ പോയാലോ? അയ്യോ മാറ്റാതെ പോകാൻ പറ്റില്ല. ജസ്റ്റ് പറഞ്ഞാൽ മതി, മാറ്റി. നല്ല കട്ടപ്പനെ പഠിക്കുന്ന പിള്ളേരാണ് ഇതെല്ലാം. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. സന്തോഷമായോ? സന്തോഷമായി. മേടിച്ചു. ഇനിയിപ്പോൾ നാളെ രാധമ്മയ്ക്ക് അത് കൊടുത്തു കഴിഞ്ഞാലേ ഒരു തൃപ്തിയാവുള്ളൂ അല്ലേ? അമ്മയൊക്കെ ചോദിക്കുകയാണല്ലേ, നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല, അവനെ എടുത്തില്ല, സ്റ്റോക്ക് ഇല്ലായിരുന്നു അല്ല അങ്ങനെ വല്ലതും പറയാൻ മതി. ഇല്ല പറഞ്ഞിട്ടില്ല. ഓ അമ്മ വിളിക്കുന്നുണ്ട്. എവിടെ പോയാലും പപ്പാടെ പിള്ളേർക്കുള്ള ഫുഡ് മേടിക്കാതെ നമ്മുടെ സേറയ്ക്കും കുട്ടിക്കുമുള്ള ഫുഡ് മേടിച്ചേക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മേടിക്കുന്നതല്ല. പ്രാവശ്യം 2-3 കിലോ മേടിച്ചിട്ട് പോവാണേലേ
ഒരു മാസത്തേന് അങ്ങനെ ഒന്നും അറിയണ്ട. ഒന്നും അറിയണ്ട. തിരിച്ച് കൊടുത്താൽ മതി. നമ്മൾ ചോറ് തന്നെ കൊടുത്താലേ നല്ലതാണ്. അപ്പം ഇപ്പം ചിക്കനൊക്കെ മേടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അമ്മ ഈ സാധനോട് പരാതി പറഞ്ഞു. 300 രൂപ 400 രൂപ ചിക്കന് വിലയാണ്. 2-3 കിലോ മേടിച്ച് സേറയ്ക്ക് കൊടുക്കുവാന്ന്. സേറയ്ക്കും കുട്ടിക്കും മേടിച്ചോണ്ടോ? അപ്പം ഇവിടെ 2 പേരുണ്ട് കേട്ടോ. അതുണ്ടോ കണ്ണൊക്കെ നോക്കിയേ ചേടാ, നോക്കി താഴെ ഉണ്ടോ ഒരാളെ? താഴത്തെ ആളെ ഇതുണ്ടോ? മെയിലും ഫീമെയിലും ആണോ എന്ന് അറിഞ്ഞുകൂടാ. കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇവിടെ കാണാൻ ഇച്ചിരി ഭംഗി. മണ്ടയിലെ ആൾക്കാരെ കാണിച്ചാൽ നടന്ന് പോവാ. കണ്ണിന് ചുറ്റൊരു വട്ടമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ല മഴ വരുന്നുണ്ടോ? ഒരു KSRTC ഒക്കെ വരുന്നുണ്ടോ? ബസ് നിറച്ച ആളാണേ. ഇപ്പം മറ്റേ പ്രിയദർശിനി ഫ്രീ ആയതുകൊണ്ടേ ചേച്ചിമാരെ ഇടിച്ചു കയറിയാ പോകുന്നത്. അതുകൊണ്ടോ ഫ്രണ്ട് കയറി നിൽക്കുക ഫുള്ള് ആൾക്കാർ. എല്ലാ പെണ്ണുങ്ങൾ ആണുങ്ങളില്ല. മറ്റേ ഗേൾസ് കോളേജിൽ നിന്ന് ടൂർ പോകുന്നല്ലേ KSRTC പോകുന്നിപ്പോൾ. അപ്പം നമ്മൾ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വെച്ചേട്ടോ. തിരിയൊക്കെ കത്തിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ സ്നേഹാസനത്തിൽ വന്നിട്ട് കുറേ നാളായി കേട്ടോ. എനിക്ക് ലീവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ട് പെട്ടെന്ന് പോകല്ലേ. ഇനിയിപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് കൊടുക്കണം അവർക്ക്. നമ്മളെല്ലാം ഓണത്തിനും മുടങ്ങാൻ മേടിച്ച് കൊടുക്കുന്നതല്ലേ. ഇപ്പോൾ ഈ വട്ടം ഓണത്തിന് മുടങ്ങാതെ അവർക്ക് ഓണസദ്യക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് കൊടുക്കണമെന്നാണ് പ്ലാന്. ദൈവം അനുഗ്രഹിച്ചാൽ എല്ലാം നല്ല രീതിയിൽ ചെയ്യണം അല്ലേ. എല്ലാ വട്ടം നമ്മൾ ഓണത്തിനെ കഴിഞ്ഞ വർഷം ഓണത്തിന് സാധനം മേടിച്ച് കൊടുത്തല്ലേ. ഈ വട്ടം ഓണത്തിന് ഇവിടെ വന്നിട്ട് മേടിച്ച് കൊടുത്തിട്ടേ കുറേ ആയി. ഓണമൊക്കെ ആകുമ്പത്തേന് അപ്പുറം തലേന്ന് തിരിക്കും. ഓണം ആകുമ്പത്തേനെ വന്നിട്ട് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാം. പോയാലും ചെരുപ്പിട്ടോ. അപ്പൂസ് ഡ്രസ്സൊക്കെ പോകുന്ന അപ്പൂസ്. ഇപ്പോൾ എല്ലാവരും വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴൊക്കെ പറയും ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇന്നലെ മോളമ്മയ്ക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഭയങ്കര വിഷമമായിപ്പോയി. നമുക്ക് മോളമ്മയ്ക്കുന്ന ഒരു നിർബന്ധമുണ്ട്. ഇതിൽ ഈ വഴിക്ക് വരുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് നേർച്ചയൊക്കെ ഇട്ട് തിരിയൊക്കെ കത്തിച്ച് കഴിയുമെങ്കിൽ തിരിയൊക്കെ കത്തിച്ചിട്ട് പോകണം. ഒന്നുമില്ല നേർച്ചയിൽ ഇട്ടിട്ട് പോകണം നമുക്കൊരാഗ്രഹം. തൊട്ടടുത്തെങ്കിലും തിരി കിട്ടാനുമില്ല. നമ്മൾ ഇത്തിരി അപ്പുറത്ത് പോയാൽ മതി. കടയിൽ പോയി മേടിച്ചു വേണം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞാൽ ഇന്നാളെ ഇപ്പോൾ ഒരു 2 വർഷം കേട്ടോ ശ്രീകുട്ട വന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ഇതുവരെ പിള്ളേരൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ പറയാണോ അതോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ എന്താണെന്നറിയില്ല, അവർക്കിപ്പോൾ ഒരു കുഞ്ഞാവൊക്കെ ആയി കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. ഫോട്ടോ ഒക്കെ തരുമ്പോഴേ പേര് വിളിക്കുമ്പോൾ പറയാറുണ്ട് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെ പോയാലോ.